കൊല്ലം ഇരവിപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നിൽ RSPയിൽ ചില പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുന്നു എന്ന വാർത്ത. RSPയിൽ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാക്കുന്നു ഇരവിപുരത്തെ സ്ഥാനാർത്ഥിയായി വിഷ്ണുമോഹനെ തെരഞ്ഞെടുത്തതിൽ പാർട്ടിക്കുള്ളിൽ കടുത്ത ഭിന്നതയുണ്ട്. മുതിർന്ന നേതാക്കളിൽ ചിലർ രാജിവെക്കാനും സാധ്യതയുണ്ടെന്ന് അറിയുന്നു. കൊല്ലത്തുനിന്ന് സൂര്യഗായത്രി തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് സൂര്യഗായത്രി, ഇരവിപുരത്തേക്ക് പറയും. ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ വരെ ഇരവിപുരത്ത് ആരാണ് സ്ഥാനാർത്ഥി അതിനെ ചൊല്ലിയുള്ള ഭിന്നതയാണ് RSPയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് മുതൽ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള വലിയ തർക്കങ്ങൾ RSPയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇരവിപുരത്ത് മണ്ഡലം കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഉയർന്നു വന്ന പേരുകളിലേക്ക് ഒന്നും അവസാന നിമിഷം എത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. NK പ്രേമചന്ദ്രൻ വിഭാഗവും അതുപോലെ തന്നെ ഷിബു ബേബി ജോൺ വിഭാഗവും രണ്ടുപേരുടെയും നോമിനികളായിട്ടുള്ള സ്ഥാനാർത്ഥികളെ പരസ്പരം അംഗീകരിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ഒരു സമവായ സ്ഥാനാർത്ഥിയിലേക്ക് ഇന്നലെ സംസ്ഥാന കമ്മിറ്റി എത്തിയിട്ടുണ്ടായിരുന്നത്. അതിലാണ് വിഷ്ണു മോഹന്റെ പേര് വന്നത്. RYF സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോഴും RYFന് 2 സീറ്റ് നൽകേണ്ടതുണ്ടോ എന്നുള്ള ചർച്ചകൾ കമ്മിറ്റിയിൽ ഉയർന്നു വന്നു. കാരണം കുന്നത്തൂരിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ഉല്ലാസ് കോവൂർ RYF സംസ്ഥാന പ്രസിഡന്റാണ്. അതുകൊണ്ട് ഒരു സീറ്റ് കൂടി RYFന് നൽകേണ്ടതില്ല എന്നൊരു പക്ഷം പറഞ്ഞു. അതിലും തർക്കങ്ങൾ ഉണ്ടായി. ഒടുവിൽ വിഷ്ണു മോഹനിലേക്ക് എത്തി നിൽക്കുകയായിരുന്നു. അപ്പോഴും ഔദ്യോഗിക പ്രഖ്യാപനം RSP നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. മുന്നണിയുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ് ഇന്നലെ ഷിബു ബേബി ജോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥാനാർത്ഥിയിൽ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പല കാരണങ്ങളുണ്ട്. കാരണം ആദ്യം തന്നെ ഈ ചില പേരുകൾ മുന്നോട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ പേരുകളിലേക്ക് ഒന്നും അവസാന നിമിഷം എത്തിയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി അല്ല എന്നുള്ളത് വലിയ അതൃപ്തിക്ക് വഴിവെച്ചിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ കാർത്തിക് പ്രേമചന്ദ്രന്റെ പേര് സജീവമായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ്. അതിനോടൊപ്പം തന്നെ നൌഷാദിന്റെ പേരും മണ്ഡലം കമ്മിറ്റിയിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരേ വോട്ട് ലഭിച്ചു വന്നതാണ്. പക്ഷേ ജില്ലാ എക്സിക്യൂട്ടീവിൽ എത്തിയപ്പോൾ നൌഷാദ് തള്ളപ്പെടുകയും പിന്നീട് MS ഗോപകുമാർ അതുപോലെ തന്നെ കാർത്തിക് പ്രേമചന്ദ്രൻ ഇവർ രണ്ടുപേരിലേക്ക് ആ ചർച്ചകൾ അവസാനം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഇവരെ രണ്ടുപേരെയും പരസ്പരം അംഗീകരിക്കാൻ ഇവരിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. പിന്നീടാണ് വിഷ്ണു മോഹനിലേക്ക് എത്തുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ അറിയുന്നത് വെച്ച് കാണുകയാണെങ്കിൽ പല നേതാക്കളും രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് തന്നെ ചില നേതാക്കൾ രാജിവെച്ചേക്കാം എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇരവിപുരം കടുത്ത പൊട്ടിത്തെറിയാണ് RSPയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. SKN. താങ്ക് യു സൂര്യഗായത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.